ഓം നമഃശിവായ. ശിവമാർഗം. 108 ശിവക്ഷേത്രങ്ങളിലൂടെ വൈക്കം മഹാദേവ ക്ഷേത്രം. പരശുരാമ പ്രതിഷ്ഠിതമായ 108 ശിവക്ഷേത്ര ദർശന യാത്രയിൽ ഇന്ന് പോകുന്നത് പ്രസിദ്ധമായ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലേക്കാണ്. കോട്ടയം ജില്ലയിൽ വൈക്കത്താണ് ഈ മഹാക്ഷേത്രം. എറണാകുളത്ത് നിന്ന് ഞങ്ങൾ യാത്ര പോകുമ്പോൾ കായലുകൾ കണ്ട് യാത്ര തുടർന്നു. വൈക്കത്ത് ക്ഷേത്രവീഥി മനോഹരമാണ്. പ്രവേശനം ഒരു കമാനത്തിൽ കൂടിയാണ്. ഞങ്ങൾ എത്തിയത് വടക്കേ നടയിലാണ്. അവിടെയാണ് വാഹന പാർക്കിങ്ങും മറ്റു സൗകര്യങ്ങളും. ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇടതുവശത്ത് വിശാലമായ ക്ഷേത്രക്കുളം കാണാം. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറു ഭാഗത്ത് വേമ്പനാട്ടുകായൽ നീണ്ടു നിവർന്നു കിടക്കുന്നു. ഇവിടെ ഒരു ബോട്ട് ജെട്ടിയും ഉണ്ട്. മതിൽക്കകത്ത് പ്രവേശിക്കുമ്പോൾ കാണാം 10 ഏക്കറിൽ കൂടുതൽ വിസ്തൃതമായ ക്ഷേത്ര തിരുമുറ്റവും ക്ഷേത്രത്തിന്റെ നാലമ്പലത്തിന്റെ വലിപ്പവും. 64 അടി ഉയരമുള്ള സ്വർണധ്വജം തല ഉയർത്തി നിൽക്കുന്നു. ഇത്രയും വലിയ സ്വർണധ്വജം മറ്റൊരിടത്തുമില്ലത്രേ. ഇവിടെ സാക്ഷാൽ വൈക്കത്തപ്പൻ കിഴക്കോട്ട് ദർശനം നൽകി ഭക്തരെ അനുഗ്രഹിക്കുന്നു. വൈക്കത്തപ്പൻ അന്നദാന പ്രഭുവാണ്. വൈക്കത്തെ പ്രാതൽ പ്രധാനമാണ്. പ്രാതൽ വഴിപാട് നൽകി ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമായാൽ അഭീഷ്ട കാര്യങ്ങളെല്ലാം നിറവേറുമെന്നാണ് വിശ്വാസം. വടക്കു ഭാഗത്ത് ക്ഷേത്രക്കുളത്തോട് ചേർന്ന് അതിവിശാലമായ 2 നിലയിലായി വിഗ്രശാല കാണാം. അതിനോട് ചേർന്ന് ക്ഷേത്ര കലാപീഠവുമുണ്ട്. ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ക്ഷേത്രകലകൾ അഭ്യസിപ്പിക്കുന്നു. വലിയ അടുക്കളയിലെ ചാരമാണ് ഇവിടുത്തെ പ്രസാദം. ശിവഭക്തനായ ഖരന് പരമശിവൻ നൽകിയ ശിവലിംഗം യഥാവിധി പ്രതിഷ്ഠിക്കാൻ വ്യാഘ്രപാദ മഹർഷിയെ ഏൽപ്പിച്ചു. മഹർഷി പുണ്യഭൂമി കണ്ടെത്തി ഖരന്റെ ആഗ്രഹപ്രകാരം വൈക്കത്ത് പ്രതിഷ്ഠിച്ചു. ഇതാണ് ക്ഷേത്രോദ്ഭവത്തെക്കുറിച്ചുള്ള ഐതിഹ്യം. കേരളത്തിലെ അണ്ടാകൃതിയിലുള്ള ഏക ശ്രീകോവിലാണ് വൈക്കം ക്ഷേത്രത്തിലേത്. വാസ്തുവിദ്യയിൽ അപാരമായ വൈദഗ്ധ്യമുള്ള ശില്പികൾക്ക് മാത്രമേ ഇത്തരമൊരു അപൂർവ രചന ചെയ്യാൻ കഴിയുകയുള്ളൂ. പെരുന്തച്ഛ നിർമ്മിച്ചതെന്ന് കരുതുന്ന കേരളത്തിലെ ക്ഷേത്ര ശ്രീകോവിലുകളിൽ ഒന്നാണ് വൈക്കം മഹാദേവ ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ 3 വശങ്ങളിലും ഗോപുരങ്ങൾ ഉണ്ട്. ഇതാണ് കിഴക്കേ നടയിലെ ഗോപുരം. ഇതിലൂടെ പ്രവേശിക്കുമ്പോൾ കാണുന്നത് മനോഹരമായ ആനക്കൊട്ടിലാണ്. ചെമ്പുമേഞ്ഞ് മനോഹരമാക്കിയ നാലമ്പലത്തിന്റെ പുറം ചുവരുകൾ വിളക്കുമാടം കൊണ്ട് അലങ്കൃതമായിരിക്കുന്നു. അകത്തു കടന്നാൽ ഇരുവശവും വാതിൽ മാടങ്ങൾ കാണാം. ഭക്തർ നാമജപത്തിനും ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണിവ. തെക്കുകിഴക്കേ മൂലയിൽ കിടപ്പള്ളി പണി തീർത്തിരിക്കുന്നു. പ്രധാന ശ്രീകോവിലിനോട് ചേർന്ന് തെക്കു ഭാഗത്ത് ഒരു ചെറിയ ശ്രീകോവിലുണ്ട്. ഗണപതിയാണ് ഈ ശ്രീകോവിലും. പഞ്ചലോഹ നിർമ്മിതമായ 2 വിഗ്രഹങ്ങളാണ് ഈ ശ്രീകോവിലുള്ളത്. ഒന്ന് ബാലഗണപതിയും മറ്റേത് മഹാഗണപതിയുമായി കണക്കാക്കപ്പെടുന്നു. കിഴക്കോട്ടാണ് ദർശനം. ഉപദേവതകളായി കന്നിമൂല ഗണപതി,
സ്തംഭഗണപതി, പനച്ചിക്കൽ ഭഗവതി, വ്യാഘ്രപാദ മഹർഷി. ക്ഷേത്രത്തിലെ മുഖ്യ ഉത്സവം വൃശ്ചിക മാസത്തിലെ അഷ്ടമിയാണ്. കുടികയറി 12-ാം ദിവസം വരുന്ന അഷ്ടമി നാൾ ഭഗവാൻ വ്യാഘ്രപാദ മഹർഷിക്ക് ദർശനം നൽകിയെന്നാണ് വിശ്വാസം. പിറ്റേന്നാണ് ആറാട്ട്. 13 ദിവസം കലാസ്വാദകർക്ക് വിഭവസമൃദ്ധമായ വിരുന്നു തന്നെയാണ്. എനിക്കും എൻ്റെ നൃത്തവിദ്യാലയത്തിനും നൃത്തപരിപാടി അവതരിപ്പിക്കാനുള്ള ഭഗവത് കടാക്ഷം ലഭിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൽ കൊടുങ്ങല്ലൂർ ദേവീ സാന്നിധ്യമുണ്ടെന്നാണ് വിശ്വാസം. 12 വർഷത്തിലൊരിക്കൽ നടത്തുന്ന വടക്കുപുറത്ത് പാട്ട് ഈ ദേവീബന്ധത്തെ ഉറപ്പിക്കുന്ന ചടങ്ങാണ്. ക്ഷേത്രത്തിലെ തന്ത്രം ഭദ്രകാളി മറ്റപ്പള്ളിക്കും മേക്കാടിനുമാണ്. ക്ഷേത്രഭരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനാണ്. തിരുവൈക്കം വാഴും ശിവശംഭോ ശംഭോ മഹാദേവ.